ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ഇൻ്റർനെറ്റ് ഗെയിമിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ മൾട്ടിപ്ലെയർ വെച്ച് കളിക്കുന്ന ഗെയിം, ലുഡോ പോലുള്ള ചെറിയ മൾട്ടിപ്ലെയർ വെച്ച് കളിക്കുന്ന ഗെയിമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി പോലെ അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒക്കെ പോലുള്ള ഗെയിമുകൾ, അതായത് ഓരോ മില്ലി സെക്കൻഡ്സിനും വാല്യൂ ഉള്ള ഗെയിംസിനെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്തരം ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിൽ പെട്ടിട്ടുള്ള നെറ്റ്വർക്കുകളാണ്. അതിൽ തന്നെ എയർടെലും ജിയോയും ആണ് കേരളത്തിലെ ഏറ്റവും മികച്ചത്. അത് കഴിഞ്ഞാൽ BSNL ആണ്. പിന്നീട് നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ ഒരു മാമൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമറുണ്ട്. കുറച്ച് വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അലയൻസോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഇഷ്യൂസ് വരാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ബൾക്കായിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് കണക്ഷൻ എടുത്തിട്ടാണ് തരുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾക്ക് അതിൽ സ്പീഡൊക്കെ കിട്ടും. നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും സ്പീഡൊക്കെ ഓക്കെയാണ്, ഡൗൺലോഡിങ് അപ്ലോഡിങ് ഒക്കെ ഓക്കെയാണ്. പക്ഷേങ്കിൽ ഈ മില്ലി സെക്കൻഡ്സ് ഉണ്ടല്ലോ, MS പിങ് ലാറ്റൻസി ഒക്കെ വെച്ച് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുമ്പോൾ ലാഗ് വരും. അതായത് നമ്മളതിൽ നിന്ന് സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടിന് നേരെ വരികയാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നു, ഡയറക്റ്റ് അവിടെ പോകുന്നു, അങ്ങനെയായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ നിന്നും ഒരു സെർവറിലേക്ക് പോകുന്നു. ആ സെർവറിൽ നിന്ന് അതെടുത്തിട്ട് മറ്റൊരു സെർവറിലേക്ക് കൊടുക്കുന്നു. അതായത് നമ്മൾ ഫോണിൽ നിന്ന് ഒരു സെർവറിലേക്ക് പോകുന്നു, സെർവറിൽ നിന്ന് ഗെയിമിംഗ് സെർവറിലേക്ക് പോകുന്നു. ആ ഒരു അവസ്ഥയിൽ മനസ്സിലായില്ലേ? നേരിട്ട് ഗെയിമിംഗ് സെർവറിലേക്ക് പോകാതെ രണ്ട് സെർവറിൽ ചാടി കിടന്നിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു MS-ൻ്റെ പ്രോബ്ലം വരിക. അപ്പോൾ നമ്മൾ MS ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗെയിമിംഗ് സെർവറിൽ നിന്ന് ഇവർക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സെർവറായിട്ടുള്ള മില്ലി സെക്കൻഡ്സിൻ്റെ ദൂരമാണ് നോർമലായിട്ട് കാണിക്കുക. അപ്പോൾ MS കുറവന്നായിരിക്കും, എന്നാൽ നമ്മൾ കളിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫീലിംഗ് വരും. മറ്റുള്ള നെറ്റ്വർക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ കൂടുതൽ വാങ്ങുന്നതാണ്, അതനുസരിച്ച് അവർ ടെക്നോളജി ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, ഡയറക്റ്റാണ്. ഈ നമ്മുടെ ഫോണ് ത്രൂ അവരുടെ ഗെയിമിംഗ് സെർവറിലേക്ക് ഡയറക്റ്റ് പോകും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വേറെ അധികമായിട്ടൊന്നും ഉണ്ടാവില്ല, നേരിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ട് തന്നെ MS നമ്മൾക്ക് കൃത്യമായിരിക്കും ഈ ഗെയിമിങ്ങിൽ കാണിക്കുന്നത്. അത് ചിലപ്പോൾ 40-60 ആയിരിക്കാം, എന്താ പറയുക. അപ്പോൾ അത് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കളിക്കുമ്പോൾ തന്നെ നമുക്കതിന് വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്തരത്തിൽ ലോ MS-ൽ കളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സെർവർ ചാടിക്കടന്ന് പോകുന്ന പരിപാടി ആകുമ്പോൾ നമ്മളെ ഫോണിന് എന്താ പറയുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എന്താ പറയുക എയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, ആ സമയത്ത് വന്നിട്ടുണ്ടാവില്ല. പിന്നെ അത് വരുമ്പോൾ കുറച്ച് അധികമായി പോകും, പിന്നെ തിരിച്ച് വിളിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ ചില സമയം നമ്മളെ കട്ട ചിലപ്പോൾ ലാഗൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ട് വെടിവെക്കുന്നുണ്ടാവും. 5-6 ബുള്ളറ്റ് കൊള്ളും, നമ്മൾക്ക് ഡെഡ് ആവില്ല. അപ്പം അത്തരം പ്രോബ്ലംസൊക്കെ ഗെയിം കാര്യമായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ പിന്നൊരു ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പം GTA കളിക്കുന്ന ആൾക്കാർ നമ്മൾ പെട്ടെന്നൊരു വാഹനം എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ അടിച്ചാൽ വരില്ല, എന്തെങ്കിലും ഓപ്പൺ ചെയ്താൽ അത് അടിച്ചാൽ വരില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ സിസ്റ്റത്തിൻ്റെ ലാഗാന്ന് വിചാരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലാഗ്. സത്യത്തിൻ്റെ ഫോണിൻ്റെ ലാഗല്ല, ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സെൻസിറ്റിവിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടിട്ട് നമുക്ക് ഡെയിലി സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. കാരണം നമ്മൾ വലിച്ചാൽ കിട്ടില്ല, അപ്പോൾ നമുക്ക് കൂട്ടും കുറക്കും. സ്ഥിരമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല, ഡിപ്രഷൻ അടിച്ച് മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഗെയിമിങ് എയർടെലിനെ അതുപോലെ തന്നെ ജിയോയുടെ രണ്ടും കൊടുക്കാം. BSNL-ഉം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ളൊരു വിവരം ഞാൻ ഈ സെപ്റ്റംബർ മാസം അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു BSNL കണക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് അത്രയും കാര്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്നെപ്പോലെ മണ്ടത്തിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾക്ക് എന്താ പറയുക, അത്രയും കാര്യമായിട്ട് നമ്മൾ ഗെയിമിംഗ് സ്ട്രീം ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ മാറി താമസിക്കുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ ഈ കണക്ഷൻ കിട്ടുക അവിടത്തേക്ക് നിങ്ങൾ മാറി താമസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ ശരിക്കും ഒരു കരിയർ ഓപ്ഷനായിട്ട് ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ കരിയർ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയതിന് കാരണം ഒരൊറ്റ ഗെയിമിങ്ങിൻ്റെ ഒരു സീനായിരുന്നു. അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ ലാറ്റൻസി ഇഷ്യൂ ആണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായ കാര്യത്തിൽ. അത് പോട്ടെ, നമ്മൾ ലക്കിയില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ വേറെ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, അതായത് കൂടുതൽ റൗട്ടേഴ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് ശരിയാവാൻ പറ്റുമോ നിങ്ങൾ ശ്രമിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ പറഞ്ഞിരിക്കുന്ന നല്ല ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ സർവീസുകൾ എടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പം അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഒരാളുടെ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ മോഡത്തിൽ നിന്നുള്ള കണക്ഷൻ തന്നെ മതി നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗെയിം കളിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. ഇത് നമ്മൾ ഈ മോഡം വെക്കണം, സെപ്പറേറ്റ് വേറൊരു മോഡം വാങ്ങി വെക്കണം, അതൊക്കെ നമ്മൾക്ക് സീനാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗെയിമിംഗ് റൂട്ടേഴ്സ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂമിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനിൽ നിന്ന് 4-5 ആൾക്കാർ ഒരേ സമയത്ത് കളിക്കുമ്പോൾ ഈ ചെറിയ മോഡൊക്കെ ആണെങ്കിൽ
ഒരേപോലെ നാലിനും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് റൗട്ടേഴ്സ് വെക്കും. ഒരു 5, 6, 8 ആൻറ്റിനൊക്കെയുള്ള വെക്കും. അത്രയൊന്നും ആവശ്യമില്ല. എന്നിരുന്നാലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യും. അപ്പം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിരിക്കും, കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരേപോലെ ആ ഇൻ്റർനെറ്റ് എത്രയാണോ അത് കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരാളാണ് വീട്ടിൽ നിന്ന് കളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പോലും സെപ്പറേറ്റ് ഒരു മോഡം വാങ്ങി വെക്കുക എന്നൊക്കെ പറയുന്നത് ആ ഇൻ്റർനെറ്റ് പ്രൊവൈഡറുടെ എന്താ പറയുക, ഒരു മോശം അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾക്കിത് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും. അപ്പം ഇതുവരെയും നമ്മളെ താഴ്ന്ന രീതിയിൽ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന ഇൻ്റർനെറ്റൊന്നും ആ ഒരു പെർഫെക്ഷൻ എത്തിയിട്ടില്ല. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് എയർടെൽ അല്ലെങ്കിൽ ജിയോ എടുക്കുക. പിന്നെ എയർടെലിൻ്റെ നമ്മുടെ ശരത് നിയോടെക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം എയർടെലിൻ്റെ ഫൈബർ ഇൻ്റർനെറ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പറ്റിയില്ലാന്നോ, വീണ്ടും അതിൻ്റെ പൈസ ചോദിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസ് ഉണ്ട്. റിലയൻസ് ജിയോനെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഹിന്ദി യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് അവരും റിലയൻസിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നവർക്ക് യാതൊരു ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് സംഭവം ലഭിക്കുന്നുണ്ട്. പക്ഷേ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതിന് ഡാറ്റ കുറവാണ്, പൈസ കൂടുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. അടി കറക്റ്റായിട്ട് കൊള്ളും. കറക്റ്റ് ഞാൻ പറയാം നിങ്ങൾക്ക്, ഞാൻ പണ്ട് കളിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ ഫയർ ചെയ്യുമ്പോൾ TDM കളിക്കുമ്പോൾ നമ്മൾ ഒരു കവറിൽ നിന്ന് പീക്ക് ചെയ്ത് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത്ര ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ആൾ നോക്കാവും. നമ്മളെ ഫയറിങ് നിർത്തും, മനസ്സിലായില്ലേ? ഇപ്പോൾ M4 ഇത്ര നമ്മൾ നിർത്തും, നമുക്കതറിയാം ഇത്ര മതി എന്നല്ല, അപ്പോൾ ഒക്കെ നോക്കാവും. നമ്മൾ കവറിലേക്ക് കയറിയാലും നമ്മൾ നോക്കാവും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അടിച്ചിട്ട് ആളെ മേത്തും തകർത്തും മറ്റേ തലക്കുള്ള കിണിങ്ങിണിങ്ങിങ് സൗണ്ടൊക്കെ വന്നിട്ടും നമ്മൾ ചാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത്രയ്ക്കും ഭയാനകരമാണ്. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു മാസത്തിൽ വല്ലാത്ത ഇഷ്യൂസ് ഉണ്ട് നെറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇപ്പം ഞാനങ്ങനെ കളിക്കാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. അപ്പോൾ രക്ഷയൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും BSNL ഞാൻ എടുത്തിട്ട് നിങ്ങളോട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. BSNL എടുത്ത ഫ്രണ്ട്സ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയ അങ്ങനെ ഭയങ്കരമാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും കുറച്ച് ബെറ്ററാണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് അത് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.